السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ഉസ്താദന്മാരെ, പ്രിയ കൂട്ടുകാരെ, ആദരവ് നിറഞ്ഞ രക്ഷകർത്താക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറുകൾ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൽ ഖുർആൻ വ ബറകത്തി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഓരോ മനുഷ്യനും അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുക എന്നത്. നാം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മുടെ ജീവിതത്തിലുള്ള ഒരാളെ അനുഗ്രഹിക്കുന്നത് നന്മയുടെ ആളുകളെയും നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ നല്ലവരായി തീരുകയും, മറിച്ച് തിന്മയുടെ ആളുകളെയും നാം അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ദുഷിച്ചവരാവുകയും ചെയ്യുന്നു. നന്മയുടെ വാഗ്ദാനങ്ങളെ അറിഞ്ഞിരിക്കലും അനുഗ്രഹിക്കലും വളരെ അനിവാര്യമായ കാര്യമാണ്. ലോകം കണ്ട നന്മയുടെ വാഗ്ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തിയാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അമേരിക്കൻ ചരിത്രകാരനും ചിന്തകനുമായ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വിശ്വവിഖ്യാതമായ 100 എന്ന പുസ്തകത്തിലൂടെ ലോക ചരിത്രങ്ങളിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിപ്പിച്ച 100 വ്യക്തികളുടെ റാങ്ക് തയ്യാറാക്കിയപ്പോൾ ആദ്യമായി എഴുതിയതുമാരുടെ പേരാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഇന്നേ വരെ ജീവനത്തിന്റെ സ്നേഹിക്കുന്ന അനുയായികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്തെന്നറിയുമോ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ പരിശുദ്ധിയും മഹത്തായ പരിശുദ്ധിയും കൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പ്രവാചകന് വേണ്ടി എത്ര ദിക്ർ ചെല്ലിയാലും നമുക്ക് മതിയായില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. നിശ്ചയം അല്ലാഹുവും അവന്റെ മലായികകളും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നു. ഇന്ന് നമ്മൾ ഒരാളെ റോൾ മോഡലാക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമാകട്ടെ, ഏത് കാര്യങ്ങളുമാകട്ടെ, ബുദ്ധിയുടെ പേരിലായാലും കഴിവിന്റെ പേരിലായാലും ഇതിന്റെ പേരിലായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ റോൾ മോഡലാക്കുന്നത് സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയുമാണെങ്കിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കൂ. വളരെ സൗമ്യമായ ലളിതമായി ജീവിച്ച് അവസാന വഫാത്തിന് മുമ്പും ഉമ്മത്തുകളെ പേര് പറഞ്ഞ് ഉമ്മത്തുകൾക്ക് വേണ്ടി ആരാധിപ്പെട്ട് വിട പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് എങ്ങനെ മറക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, വമാ അർസൽനാക റഹ്മതൻ ലിൽ ആലമീൻ. നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല ലോകത്തിന്റെ അനുഗ്രഹീതമായിട്ടല്ലാതെ. അല്ലാഹു പ്രവാചകനെ സ്നേഹിക്കാനും
പ്രവാചകരുടെ ദിക്കറെല്ലാം തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله سبحانه وتعالى നമ്മെ ഇവിടെ എത്തിച്ചതുപോലെ നാളെ ജന്നത്തുൽ ഫിർദൗസിലും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ മാസമാണ്. ഈ അനുഗ്രഹീതമായ മാസം നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മുത്തുനബിയെ കുറിച്ച് പറഞ്ഞാലും മതി വരാത്ത കുറേ മദ്ഹ് പാട്ടുകളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു, നബി അങ്ങ് ഇല്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തിൽ ഇല്ലായിരുന്നു, ഞാൻ ഈ ലോകം സൃഷ്ടിക്കുക പോലും ഇല്ലായിരുന്നു. സഹോദരങ്ങളെ, ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ ദിവസമായപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏ ആയിഷ, ഞാൻ വഫാത്തിന്റെ അറ്റത്തിൽ നിൽക്കുകയാണ്, എനിക്ക് പല്ല് തേക്കണം, നീ എൻ്റെ മിസ്വാക്ക് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് നീ ചവച്ച് അതെൻ്റെ പല്ലിൽ തേച്ച് തരാൻ പറഞ്ഞു. ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതുപോലെ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നബി തങ്ങളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണടച്ചു, എന്നിട്ട് ചെറുതായിട്ട് എന്തോ പറയുകയായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കേട്ടില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി ചെവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിലെടുത്ത് കൊണ്ടുവച്ചപ്പോൾ അപ്പോൾ പറയുന്നത് ഉമ്മത്തി ഉമ്മത്തി എന്നാണ്. കാരണം ഞാൻ വഫാത്താകുന്നത് കൊണ്ട് എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ വെച്ചിട്ട് പോകുന്നത് ഏറ്റവും അവസാനം എൻ്റെ 5 വഖത്ത് നിസ്കാരമാണ്. എല്ലാവരും 5 വഖത്ത് നിസ്കരിക്കുക നിർബന്ധമാണ്, ഫർദായ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ വരണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്ന്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം, പരിശുദ്ധ ഖുർആൻ. 2, നബിയുടെ സുന്നത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഓരോ സ്വലാത്തുകളും ഓരോ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഓരോ സുന്നത്തുകളും എല്ലാം മുറുകെ പിടിച്ചാൽ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പോകാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഒരിക്കൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യനായ ഒരു സഹാബി, ആ സഹാബിയുടെ വായിൽ എപ്പോഴും സ്വലാത്ത് മാത്രമേ വരികയുള്ളായിരുന്നു. എവിടെ പോയാലും എവിടെ നിന്നാലും എവിടെ വെച്ച് കണ്ടാലും ആ സഹാബിയുടെ വായിൽ നിന്ന് എപ്പോഴും സ്വലാത്ത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് ജൂതന്മാരെ കുറേ ആളുകൾക്ക് ഇത് പിടിച്ചിരുന്നില്ല. ഒരു ദിവസം അവർ വിചാരിച്ചു, ഈ സഹാബിയെ നമുക്ക് എന്തായാലും ആക്രമിക്കാം. കാരണം എപ്പോഴും ഈ സഹാബിയുടെ വായിൽ നിന്ന് ഏത് സമയത്ത് നോക്കിയാലും സ്വലാത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരിക്കൽ ആ സഹാബിയാണെങ്കിൽ കാട്ടിൽ വിറക് വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഈ ജൂതന്മാരെ ആളുകൾ അദ്ദേഹത്തെ, ആ സഹാബിയെ പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഒരു ജൂതൻ ആ സഹാബിയുടെ നാവ് ഒരു വെട്ടിന് അരിഞ്ഞെടുത്തു.
എന്നിട്ട് ആ ജൂതന്മാർ അവിടെ നിന്ന് ഓടിപ്പോയി. ആ വെട്ടി വീണ ആ രക്തത്തിൽ മുങ്ങിയ ആ നാവെടുത്തോണ്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഈ സഹാബി വന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സഹാബിക്ക് ഒരു വിഷമവുമില്ല, ആകെ ഒരേ ഒരു വിഷമമേ ഉള്ളൂ. ഈ നാവ് കൊണ്ട് ഞാൻ എങ്ങനെ സ്വലാത്ത് ചെല്ലും എന്നായിരുന്നു ആ സഹാബിയുടെ ഏറ്റവും വലിയ വിഷമം. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയുടെ നാവ് അവിടെ വെച്ച് ഒട്ടിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനിൽ പുരട്ടുകയും അത് നേരെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സഹാബി തൻ്റെ നാവ് കൊണ്ട് പിന്നെയും സ്വലാത്ത് ചെല്ലുകയും സന്തോഷകരമാവുകയും എല്ലാം നല്ല മൺ പോവുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ എല്ലാവരും ഈ കാലത്തിൽ സ്വലാത്ത് എല്ലാം കുറവാണ് നമ്മളെല്ലാം ചൊല്ലേണ്ടത്. നമ്മുടെ നബിദിനം നമ്മുടെ റബീഉൽ അവ്വൽ മാത്രമേ എല്ലാ നബിയെ സ്നേഹിക്കുകയുള്ളൂ. കാരണം പണ്ട് സഹാബികൾ നബിയെ കണ്ടാൽ നബി എവിടെ വെച്ച് കണ്ടാലും അവർ ബഹുമാനത്തോടെയും ആദരവോടെയുമാണ്. കാരണം നബി എന്ന് പറയപ്പെടുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ലോകത്തിന്റെ നേതാവ്. ഏത് ഉറുമ്പായാലും ഏത് ജന്തുവാണെങ്കിലും ഏത് പൊടിയാണെങ്കിലും നക്ഷത്രങ്ങളായാലും ഏതായാലും മനുഷ്യനാവട്ടെ ജീവജാലങ്ങളാവട്ടെ എല്ലാത്തിൻ്റെയും ലോക നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ നമ്മൾ മുറുകെ പിടിക്കുക, നബിയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക. അല്ലാഹു തആല നമ്മൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇക്കാലത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് വളരെ കുറച്ചാണ്. ചിലർ ചൊല്ലത്തുകളും ഇല്ല, ചിലർ നിസ്കരിക്കുകയും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഫോണും എല്ലാം വന്നതിന് ശേഷം അവർക്ക് അതെല്ലാം വന്നു മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തുകളും അവർ മുറുകെ പിടിക്കുന്നില്ല. എല്ലാവരും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെയും ഫർദുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുറുകെ പിടിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.